നവതിയുടെ നിറവിൽ സഖാവിന്റെ ശാരദ ടീച്ചർ. കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനേതാവ് ഇ.കെ. നയനാരുടെ പത്നി ശാരദ ടീച്ചർക്ക് ഇന്ന് 90-ാം പിറന്നാൾ. കണ്ണൂർ കല്യാശ്ശേരിയിലെ ശാരദദാസ് എന്ന വീട്ടിലേക്ക് സ്നേഹാശംസകൾ പ്രവഹിക്കുകയാണ്. കല്യാശ്ശേരിയിലെ ശാരദാസ് എന്ന വീട് നിറയെ സഖാവിൻ്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകൾക്കൊപ്പമാണ് നവതി നിറവിൽ ശാരദ ടീച്ചർ. 1934 നവംബർ 10-നാണ് ടീച്ചറുടെ ജനനം. വൃശ്ചിക മാസത്തിലെ അവിട്ടം നാൾ കണക്കാക്കിയാണ് നവതി. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി നവതി ആഘോഷവും. എല്ലാവർക്കും എന്നോടും വളരെ സ്നേഹം, ഞാൻ എല്ലാവരോടും സ്നേഹത്തിലേ പെരുമാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞു എന്തായാലും നമുക്ക് അമ്മേൻ്റെ 90 ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ട മോനെ, ഞാനിങ്ങനെ ഇരിക്കണ്ടേ, എനിക്കിപ്പോൾ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല, അമ്മ എന്ത് പറഞ്ഞാലും തിരക്കുള്ള ഞങ്ങൾ ആഘോഷിക്കും അതെന്ന് അങ്ങനെ മക്കളെ തീരുമാനമായത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ KPR ഗോപാലൻ്റെയും KPR രേരപ്പൻ്റെയും മരുമകളായ ശാരദ ടീച്ചർക്ക് ചെറുപ്പം മുതൽ രാഷ്ട്രീയമറിയാം. KPR ഗോപാലൻ എൻ്റെ അമ്മാവൻ മോറാർ സംഭവത്തിൽ 1-ാം പ്രതിയായി സംഭവം കഴിഞ്ഞു. അതിൽ പിന്നെ അമ്മാവനെ 1-ാം പ്രതിയാക്കിയല്ല. അതിന് ശേഷം 40-ലാണത്. 40-ൽ ഞാൻ ചെറിയ 5 വയസ്സ് എനിക്കുന്നുണ്ട്. അപ്പം ഞാനാണ് പിന്നെ ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ രാഷ്ട്രീയമാണ് എൻ്റെ മനസ്സിൽ. 5 വയസ്സ് മുതൽ. സഖാവിന് എന്നും പാർട്ടിയും ജനങ്ങളുമായിരുന്നു വലുത്. കുടുംബത്തിന് ഒപ്പമുണ്ടാകുന്നത് തന്നെ വിരളം. വിവാഹത്തിന് ശേഷം ആദ്യമായി പറഞ്ഞ വാക്കുകൾ ശാരദ ടീച്ചറുടെ ഓർമ്മയിൽ ഒളിമങ്ങാതെയുണ്ട്. വരുന്ന വഴി എന്നോട് പറഞ്ഞു, അപ്പുറത്തല്ലേ നമ്മൾ ഈ വീടിൻ്റെ അപ്പുറത്താണ് സഖാവിൻ്റെ വീട്. വരുന്ന വഴി എന്നോട്, ശാരദയെ നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ എന്ന് നീ എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ ആയാൽ നീ വിചാരിക്കുന്നതൊന്നും നടന്നൊന്നും വരില്ല. നീ സ്ത്രീകളാകുമ്പം പല മോഹങ്ങളും ഉണ്ടാകും. ഒന്ന് സിനിമ കാണാൻ പോകണം, ഒന്നല്ലെങ്കിൽ വേറെ പുറത്ത് പോകണം, പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നീ എപ്പോഴും നിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നീ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ. ഞാൻ അതുപോലെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ജീവിതം തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത്. ശരിക്കും ഞാൻ സഖാവ് പറയുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറം ഞാൻ ഒന്നും പറയില്ല. ശാരദാസിൽ ആളൊഴിഞ്ഞ നേരമില്ല. സഖാവിനെയും ടീച്ചറെയും സ്നേഹിക്കുന്നവർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും കല്യാശ്ശേരിയിലെ ആ വീട് തേടിയെത്തും. തലമുറകളുടെ സ്നേഹം ഏറ്റുവാങ്ങുകയാണ് 90-ന്റെ നിറവിൽ സഖാവിൻ്റെയും കേരളത്തിൻ്റെയും ശാരദ ടീച്ചർ. എം സന്തോഷ്, കൈരളി ന്യൂസ്, കണ്ണൂർ.